കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സൂപ്പർ താരമായ ലിയണൽ മെസ്സി PSG വിട്ടുകൊണ്ട് ബാർസയിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഫുട്ബോൾ ലോകത്ത് മെസ്സി റിട്ടേൺ ടു ബാർസ എന്ന വാർത്തകൾ അമിതമായി പ്രചരിച്ചിരുന്നു. എന്നാൽ എല്ലാത്തിനും നിരാശയാക്കിക്കൊണ്ടായിരുന്നു സൂപ്പർ താരം ലിയണൽ മെസ്സി ഇന്റർ മയാമി എന്ന ക്ലബിലേക്ക് ചേക്കേറിയത്. ലിയോ മെസ്സിയുടെ വേഗത്തിലുള്ള യൂറോപ്യൻ ഫുട്ബോളിനോടുള്ള വിട പറയൽ ആരാധകർക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധ്യമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ബാർസ പ്രസിഡന്റായ ജുവാൻ ലപ്പോർട്ടയും ഇപ്പോഴത്തെ സംഭവങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ലപ്പോർട്ടയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നിലവിൽ മെസ്സി ബാർസയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ അത് ഞങ്ങൾക്ക് സാധ്യമായില്ല. PSG അനുഭവിച്ച അത്രമേൽ സ്ട്രെസ് കൊണ്ടാകണം ലിയണൽ മെസ്സി പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്തത്. പിന്നെ ഇപ്പോൾ മെസ്സി ലോൺ അടിസ്ഥാനത്തിൽ ബാർസയിലേക്ക് വരുന്നു എന്ന വാർത്തകൾ ഞാൻ അമിതമായി കേൾക്കുന്നു. എന്നാൽ അതിനുള്ള യാതൊരു സാധ്യത പോലുമില്ല. ഇതിന് ഫിഫ പോലും ഞങ്ങൾക്ക് അനുമതി നൽകുകയില്ല എന്നായിരുന്നു ലപ്പോർട്ടയുടെ മറുപടി. ലിയണൽ മെസ്സിക്ക് ഒരു മികച്ച യാത്രയയപ്പ് നൽകുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്നുള്ള മറുപടിയായിരുന്നു ലപ്പോർട്ട പറഞ്ഞത്. ചിലപ്പോൾ 2026 വരെ വൈകിപ്പോയേക്കാമെന്നും ചിലപ്പോൾ അത് 2024 മെസ്സിക്ക് മികച്ചൊരു യാത്രയയപ്പ് നൽകിയേക്കുമെന്നും ലപ്പോർട്ട പറഞ്ഞു. നിലവിൽ ഹോം സ്റ്റേഡിയമായ ക്യാമ്പ് നൗവിൻ്റെ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. 24 തിരികെ വീണ്ടും ക്യാമ്പ് നൗവിലെത്തും. ഈ സമയത്ത് മെസ്സിക്ക് മികച്ചൊരു യാത്രയയപ്പ് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് എപ്പോഴാണെന്ന് എനിക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ചിലപ്പോൾ അത് 2026 ശേഷമായിരിക്കാം. ഇങ്ങനെയായിരുന്നു ബാർസ പ്രസിഡന്റായ ജുവാൻ ലപ്പോർട്ടയുടെ മറുപടി. ഏതായാലും മെസ്സി ലോൺ അടിസ്ഥാനത്തിൽ ബാർസയിലേക്ക് എത്തില്ല എന്ന വാർത്ത ഇപ്പോൾ ഉറപ്പിച്ചു തന്നെ ലപ്പോർട്ട പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.